കേരളം എന്തുകൊണ്ട് ഒരു ഗുജറാത്ത് ആയിക്കൂടാ? എന്തുകൊണ്ട് 10,000 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസനം പ്രാപിച്ച ഒരു സംസ്ഥാനമായിക്കൂടാ? അപ്പോൾ അതാണ് ഞങ്ങൾ ലക്ഷ്യം കാണുന്നത്. ഗുജറാത്ത് പോലെ ആകാതിരിക്കാനാണോ കിഴങ്ങ കേരളത്തിൽ നിന്ന് BJPക്ക് വോട്ട് കൊടുക്കാത്തത്? ഇതുപോലും അറിയാത്ത ഒരു ജഡ്ഡി സാബ്. കഷ്ടം. MP സീറ്റോ MLAയോ മന്ത്രിയോ ആകണമെന്നുണ്ടായിരുന്നെങ്കിൽ പണ്ടേ നിങ്ങളെയെല്ലാം വഞ്ചിച്ചുകൊണ്ട്, നിങ്ങളെയെല്ലാം വിറ്റുകൊണ്ട്, ഈ നാടിനെ വഞ്ചിച്ചുകൊണ്ട് എനിക്കതാകാമായിരുന്നു. അപ്പോ ഒരു BJPക്കാരൻ വന്ന് ഒരു സീറ്റ് പറഞ്ഞാൽ അത് കണ്ട് ചാടുന്നവനല്ല സാബു ജേക്കബ്. കൊള്ളാം സാബു ജേക്കബ്, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നീ എവിടെ നിന്ന് ഈ ഡയലോഗൊക്കെ പഠിച്ചിട്ട് വരുന്നത്? തമിഴ്നാട്ടിന് ജട്ടി വെക്കാൻ പോയപ്പോ പഠിച്ചിട്ട് വന്നതാ? ഒരു മൈക്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് തൊണ്ട പൊട്ടണത് പോലെ കത്തിക്കൂവി കഴിഞ്ഞാല് ഉത്തരേന്ത്യയിലെ ജനങ്ങളെ പോലെ കേരളത്തിലെ ജനങ്ങളും പൊട്ടന്മാരാണെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പഞ്ചായത്തിൽ കാപ്പിപ്പൊടിയും ചായപ്പൊടിയും പഞ്ചസാരയും എടുത്തിട്ട് അവിടുത്തെ ജനങ്ങളെയും പറ്റിച്ച്, കൂടെ നിന്ന ജനങ്ങളെയും പറ്റിച്ച്, നാട്ടിനെ മുഴുവൻ പറ്റിച്ച് ഡയലോഗ് വിടുകയാണ്. എനിക്കിതൊക്കെ പറ്റിക്കണമെങ്കിൽ പണ്ടേ ആകാമായിരുന്നു. എടാ വേട്ടാവിളെ, നീ ഇപ്പൊ ചെയ്തത് അത് തന്നെയാടാ പറ്റിപ്പ്, ഒന്നാം തരം പറ്റിപ്പ്. നിന്റെ കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ചാണകക്കുഴിയിൽ വന്ന് ചാടിയിട്ട് മൈക്ക് കിട്ടിയപ്പോ തൊണ്ട കീറിയ ഉളുപ്പുണ്ടടാ ചങ്ങാതി. പോടപ്പാ, ഇതൊക്കെ 1980 കാലങ്ങളിലെ ഡയലോഗാണ്. പുതിയ ട്രെൻഡ് ഡയലോഗ് വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചു പോവുക. എന്നാ എടുത്തോണ്ട് പോടപ്പാ ഇതിനൊക്കെ.